ഉപദേശമാണ് ചെയ്യേണ്ടത്. നമ്മളോട് ഒരാൾ ഉപദേശിച്ചാൽ ഫഖദ് അഹബ്ബക, അവർ നമ്മളോട് തൃപ്തിയുണ്ട് നമ്മൾ മനസ്സിലാക്കണം. പലരും ഉപദേശിക്കുന്നത് വെറുപ്പായിരിക്കും. എന്തിനാ അത് എന്നോട് ഉപദേശിക്കുന്നത്, ഞാൻ എന്താ. നമ്മൾ ഒരാൾ ഏതെങ്കിലും ഒരുത്ത ഇമാമെന്ന് നിൽക്കാം, എന്നാൽ ഇമാമത്ത് നിന്ന് അവൻ്റെ ദ്വായിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അവനക്ക് ദേഷ്യമാണ്. ഈ കാരണം എന്നെ ഉപദേശിച്ചതിനോട് എനിക്ക് ഇതായിട്ടാണ് അവൻ എന്നെ ഉപദേശിക്കുന്നത്. അപ്പോൾ അവൻ എൻ്റെ ഹബീബാണെന്ന് എനിക്ക് മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്, ഉപദേശിക്കുന്നവനൊക്കെ നമ്മളെ ശത്രുക്കളാണെന്നാണ്. പിന്നെ മൊമൻ ദാഹനൊക്കെ ഫക്കത്ത് വശക്കാന്ന, എന്നെ പൊക്കി പറഞ്ഞാൽ അവനോട് എനിക്ക് ഇഷ്ടമാണ് ഈ കാരണം. പക്ഷെ ഫക്കത്ത് വശക്ക, അവൻ നിന്നെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ പൊക്കി പറയാൻ പലരും ഉണ്ടാവുമല്ലോ. ഞാൻ പൊക്കി പറഞ്ഞാൽ നമുക്ക് തോന്നാം അവൻ കുഴപ്പമില്ല, അവൻ നമ്മളെ സ്വന്തമാണെന്ന് വിചാരിച്ചു. സ്വന്തമാണല്ലെന്നാലും ഫക്കത്ത് വശക്കാന്ന, അവൻ നിന്നെ ചതിച്ചു പോകുന്നു. ഒമല്ല. അപ്പം അതുകൊണ്ട് ഒമല്ല യഖ്ബൽ നസിഹത്തക ഫൈസഹു ബിഅഖിലക, നിന്റെ നസിഹത്ത് സ്വീകരിച്ചില്ലെങ്കിൽ അവൻ നിന്റെ സഹോദരൻ തന്നെ അല്ലാന്ന്. അപ്പോൾ നമ്മൾ നല്ല നസിഹത്തുകൾ പരസ്പരം ചെയ്യുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതാണ് നമ്മളെ ഒരു ആഖിറത്തിലേക്കുള്ളൊരു പാലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ പാലത്തുമ്പോൾ കൂടിയാണ് നമ്മൾ അത് പോയി ആഖിറത്തിലെത്തേണ്ടത്. അപ്പം ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ ഒപ്പം കൂടിയ ഒന്നും കിട്ടൂല ആർക്കും. അതെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ ആരും കൂടും വേണ്ടത്. ഇതിലാകെ നമുക്ക് ലഭിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദുആ ലഭിക്കപ്പെടും. അതിനു വേണ്ടി ഇപ്പം മരിച്ചാൽ ദുആക്കും, നമ്മൾ മരിച്ചതെന്നുള്ളത് ആരുടെയും പറഞ്ഞ് നമ്മളോടൊക്കെ പറഞ്ഞാൽ നമ്മൾ അവനക്ക് വേണ്ടി ദുആ ചെയ്യും. ഉസ്താദന്മാരൊക്കെ അറിഞ്ഞുകൊടുത്ത് ഒരു ബന്ധമുള്ളിടത്തൊക്കെ വരും. അപ്പോൾ ഉഖർവിയാവുന്നതായ ഗുണം വല്ലതും കാംക്ഷിച്ചുകൊണ്ട് മാത്രം കൂടുന്നവർക്ക് മാത്രം കൂടാൻ പറ്റിയൊരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അല്ലാതെ ഭൗതികമാവുന്ന താല്പര്യം, ആ ഒരു ഗുണമാണ് നമ്മളെ വിഖായൻ്റെയും നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വളണ്ടിയേഴ്സൊക്കെ, അവരെല്ലാം നമ്മൾ കാണപ്പെട്ടത്. അവർ ഇപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ പലരും വിചാരിക്കണത്, പിന്നെ ഇപ്പം ഇന്നലെ പേപ്പറിൽ കണ്ടല്ലോ, എന്താ ഒരു ദിവസത്തിന് 4000 എത്ര പറഞ്ഞ് 4000 രൂപ വാടകയുള്ള സ്ഥലത്തൊക്കെയാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ താമസിക്കുന്നത്. നമ്മളെ കുട്ടികളതല്ല, അവർക്ക് കൊതുവിൻ്റെ കടി കൊണ്ടുകാണ്ട് അവർക്ക് എടുത്തുറങ്ങിയിട്ടില്ല, ചിലപ്പോൾ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പം അതാണ് ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞത്. അപ്പം താല്പര്യങ്ങൾക്കൊന്നും വേണ്ടിയല്ല. പിന്നെ നമ്മൾ അവരെ വിളിക്കുന്നത്, അവരെ സന്തോഷിപ്പിക്കുന്നത്, അവർക്കൊരു ദുആ ചെയ്ത് കൊടുക്കുന്നത്, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരിതിന് വേണ്ടി. നമ്മുടെ വിഖായാവട്ടെ, അതെല്ലാം ഒരുപാടുണ്ടല്ലോ, സ്പേസിനോട് ബന്ധപ്പെട്ട ഒരുപാട്, പിന്നെ ഇതുപോലുള്ള സന്നദ്ധ സംഘടനകളുണ്ട്. അപ്പം ആമില തുടങ്ങിയ പലതും ഇവരൊക്കെ എല്ലാവരും പ്രവർത്തനങ്ങളങ്ങനെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ എപ്പോഴും ഒരു വിദ്യിപ്പിക്കേണ്ട ഒരു സ്വരങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല, നമ്മളെ പ്രസംഗത്തിലുണ്ടാവാൻ പാടില്ല, നമ്മളെ പ്രവർത്തനത്തിലുണ്ടാവാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ടവരാണ് നമ്മൾ. നാട്ടിലെ അനൈക്യവും സമുദായങ്ങളുടെ ഇടയിലുള്ള ഈ ഭിന്നിപ്പും, മുമ്പൊരു യഹൂദി മുസ്ലിമായി എന്ന് പറയും. അപ്പോൾ മുസ്ലിമായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ അതിൽ പുറത്തുപോയി. അപ്പോൾ അവനോട് ചോദിച്ചു, ചിന്തയുടെ മുസ്ലിമായി ചിന്തയിൽ മാറിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഫഖദ് ഔഹശത്തുനി കസ്റത്തുൽ ഇഖ്തിലാഫി ഫീക്കും, നിങ്ങളെ ഈ ഭിന്നത എന്നെ വെറുപ്പിച്ചു, എനിക്ക് അതുകൊണ്ട് നിങ്ങളെ ഈ ദീനിനോട് എനിക്ക് ഇഷ്ടമില്ലാതായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഭിന്നത എന്ന് പറഞ്ഞത് എപ്പോഴും ഭിന്നിച്ച് നിൽക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളാവുന്ന നമ്മളെ സംബന്ധിച്ചത് നമുക്കിപ്പോൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ വിദഴി ആശയക്കാരും ആശയമായിട്ട് നമുക്ക് യോജിപ്പില്ല, കള്ളത്തൊലിയക്കത്തുകളായിട്ട് നമുക്ക് യോജിപ്പില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ പേരിലുള്ള ഈ സംഘടനകളൊക്കെ ആണെങ്കിലും അവരോടൊക്കെ പൊതുകാര്യങ്ങളിൽ നമ്മൾ യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാറുണ്ട്. ഇപ്പോൾ മുമ്പത് ഈ പിന്നെ ശരീഅത്ത് വിവാദ കാലഘട്ടത്തിൽ മഹാനാവുന്ന ശൈഖുനാ ശംസുൽ കാണിച്ചത്. അപ്പം നമുക്ക് പൊതുകാര്യങ്ങളൊക്കെ യോജിക്കാം, ആശയപരമായിട്ട് നമുക്ക് ഒരു ഈ പ്രസ്ഥാനങ്ങളുമായിട്ട് യോജിക്കാൻ പറ്റൂല. അത് അങ്ങനെയാണ്. അത് അങ്ങനെയല്ലെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് വിജയ് പ്രസ്ഥാനം അവരപ്പോൾ കൂടിയാൽ പോരെ, ഇങ്ങനെ ബുദ്ധിമുട്ടായിക്കാണ്ട് സംഘടനയായിട്ട് അടക്കണം. ഇവിടെ പല ജമാഅത്ത് ഇസ്ലാമിയും പിന്നെ മുജാഹിദീങ്ങൾ ഇങ്ങനെ പല സംഘടനകളുണ്ടല്ലോ, തബ്ലീഗ് ജമാഅത്ത് ഒക്കെ ഉണ്ട്. അതിൽ ഒന്നി കൂടിയാൽ പോരെ, അല്ലെങ്കിൽ എല്ലാവരും കൂടിക്കാണ്ട് ഒരു പൊതു സംഘടന ഉണ്ടാക്കിയാൽ പോരെ. അതല്ല, നമ്മൾ പരമ്പരാഗതമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്ത്
മനസ്സിലാക്കിയ ആ ദീൻ, അതിൻ്റെ ഒരു വള്ളിക്കും പുള്ളിക്കും ഒരു പോർലു വെക്കാതെ ആ ആശയങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് റസൂല പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്ന രൂപത്തിൽ മാത്രമാണ് ആ ആശയങ്ങളെ മനസ്സിലാക്കേണ്ടത്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാൻ പാടില്ല. അതെനിക്ക് ചില അടിസ്ഥാനങ്ങൾ നബി പറഞ്ഞു തന്നു. നിങ്ങൾ ഈ വിശുദ്ധമാവുന്ന ദീനിനെ മനസ്സിലാക്കേണ്ടത് ഇന്ന സ്വഭാവത്തിൽ കൂടി. ഞാൻ എല്ലാ സ്ഥലത്തും അത് പ്രസംഗിക്കണം. ഞാനിപ്പോൾ പ്രസംഗിക്കുന്നില്ല, പോകാനായിട്ട് വാക്കോത്സവമൊക്കെ പ്രസംഗിക്കാണ്ട്. അപ്പോൾ അത് ആ അടിസ്ഥാനത്തിൽ കൂടി മാത്രമാണ് നമ്മൾ വിശുദ്ധമാവുന്ന ദീനിനെ മനസ്സിലാക്കേണ്ടത്. അപ്പം അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിസ്ഥാനപരമായി പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടാവുമ്പോൾ ആ ഭിന്നിപ്പിൽ നിന്ന് ഏതാണ് യഥാർത്ഥ ഹക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. അതല്ലേ വയത്തബിയ വൈറ സബീൽ മോമിനീൻ, മോമിനീങ്ങളെ വഴി അല്ലാത്ത വഴിയിലേക്ക് പോകാൻ പാടില്ല. അപ്പം അങ്ങനെ തുടങ്ങിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുസുന്നത്തിൽ കൂടിയൊക്കെ അടിസ്ഥാനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ആ അടിസ്ഥാനങ്ങളെ ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഒന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് എല്ലാവരും പറയും. ഞാൻ അഹ്ലുസുന്നത്ത്, എല്ലാവരും ഇങ്ങനെ അഹ്ലുസുന്നത്ത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ തർക്കം അവിടെ വരും. അതുകൊണ്ട് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് യഥാർത്ഥ മനസ്സിലാക്കി തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുസുന്നത്തിലൊക്കെ അതിനെ സംബന്ധിച്ച് വ്യക്തമായ നിലക്ക് നമുക്ക് മനസ്സിലാക്കി തന്നു. അതിനെ പരമ്പരാഗതമായി വിശുദ്ധമാവുന്ന പരമ്പരയിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുക. അതുകൂടി മനസ്സിലാക്കണം. ഇത് ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും സ്ഥലമില്ലാത്തവൻ പറഞ്ഞതല്ല, ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ. ഇത് ആ മഹാന്മാരാവുന്ന അയിമ്മത്ത് മനസ്സിലാക്കിയ ആ സംഗതികൾ പരമ്പരാഗതമായി ലഭിക്കപ്പെട്ടു. എങ്ങനെ ലഭിക്കപ്പെട്ടു? വിശുദ്ധമായ പരമ്പരയിൽ കൂടി. അല്ലെങ്കിൽ അത് തള്ളുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിശുദ്ധമായ പരമ്പരയിൽ കൂടി ഇല്ലാത്ത ഏതെല്ലാണ്ടോ അതിന് തള്ളപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പരമ്പരാഗതമായി മഹാന്മാരാവുന്ന അയിമ്മത്ത് അത് അവരുടെ ശേഷം അവരുടെ ഇഷ്യന്മാർ അങ്ങനെ തുടങ്ങി മഹാന്മാരാവുന്ന നമ്മളെ അസാധ്യത്ത് വരെ അവരിൽ കൂടി നമുക്ക് കിട്ടിയ ഈ വിശുദ്ധമാവുന്നതായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദകൾ, അതിൻ്റെ കർമ്മങ്ങൾ, അതിൻ്റെ ആചാരങ്ങൾ, ഇതിനെ പൂർണ്ണമായി അംഗീകരിച്ചു കൊണ്ടിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇതിനക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരിൽ വരുന്ന എല്ലാവരെയും നമ്മൾ ആശയപരമായി പ്രതിരോധിക്കും. അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ നിലക്കുള്ളതായ അതിൻ്റെ വിപ്ലവങ്ങളും നമ്മളുണ്ടാകും. ചാരിറ്റി മേഖല, ആരോഗ്യ മേഖല, ഇതങ്ങനെ ഓരോ മേഖലയിലും സാംസ്കാരിക ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് അത് ദീനിൻ്റെ ഒരു സംഘടനയാണ്. അപ്പം നമുക്ക് നമ്മളെ ദീൻ ആണ് ഏറ്റവും വലുത്. ആ ദീൻ രക്ഷപ്പെടണം. അത് ശരിയായ നിലക്കുള്ള റൂട്ടിൽ കൂടിയാവണം നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പം അതിനു വേണ്ടി ഇവിടെ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പോൾ നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരും അതിൻ്റെ പണ്ഡിതന്മാരൊക്കെ നമ്മളെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള വാക്കുകളാവണം. നമ്മളെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാവണം. ഒരാൾക്ക് ആക്ഷേപിക്കപ്പെടാൻ പറ്റുന്നവർക്കുള്ള പ്രവർത്തനങ്ങളാവരുത് നമ്മളിൽ നിന്നുണ്ടാവുന്നത്. വാക്കുകളും അതുപോലെ ആവരുത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. അതിങ്ങനെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ അസാത്തിദത്ത്, അവരൊക്കെ കാണിച്ചു തന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിൽ കൂടി അതോടൊപ്പം ഈ ആശയങ്ങളോടുള്ള പ്രതിരോധത്തിന് അതിനെ ആശയപരമായി നേരിടുമ്പോൾ അവിടെ നമ്മൾ ശക്തന്മാരാവുകയും വേണം. അങ്ങനെയാണ്. അതാണ് അത് ശക്തമായ നിൽക്കന്നെ അത് ശക്തമായ വാക്കുകളെ കൊണ്ട്. കാരണം ദീനിനെ എതിർക്കാൻ വരുന്ന ആരോടും യഥാർത്ഥ ദീനിന് ഇതിൽ വരുന്നതായ വിദേഹത്ത് ഇവിടെ പ്രദേശപ്പെടുന്ന. അപ്പോൾ മഹാന്മാരൊക്കെ മുമ്പ് രേഖപ്പെടുത്തിയതുപോലെ ഹിജ്റ 220 ശേഷം ഉള്ള 220 വരെന് ശേഷം ഉണ്ടായിരുന്ന ആളുകൾ അന്ന് മുതലാണ് കളവ് നല്ലോണം പ്രചരിപ്പിക്കപ്പെടാൻ തുടങ്ങി. ദീനിൻ്റെ കാര്യത്തിൽ കളവുകൾ വരാൻ തുടങ്ങി. മുഅ്തസിലത്ത് അവരെ തല ഉയർത്താൻ തുടങ്ങിയത് അപ്പോഴാണ്. 220 ശേഷം അവരവരെ നാവുകൾ ഉയർത്താൻ തുടങ്ങിയത് അതിൻ്റെ ശേഷമാണ്.
അപ്പോൾ അന്ന് മുതൽ വിദ്യാർത്ഥികളെ അത് ഇവിടെ വരാൻ തുടങ്ങി. ആ വിദ്യാർത്ഥിന് അന്നത്തെ കാലഘട്ടത്തിലും മഹാന്മാരാകുന്ന അയിമത്തതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്, ആശയപരമായി നേരിട്ടിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ അവർ രചിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടി രചിച്ചതാണ്? വിദേഹത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി രചിച്ചതാണ്. അപ്പൊ വിദേഹത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി വിദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗ്രന്ഥങ്ങളെ പരിശോധിച്ചു. ആ ഗ്രന്ഥങ്ങളിലുള്ളതായ തെറ്റുകൾ മനസ്സിലാക്കി ജനങ്ങൾ പഴച്ചു പോകുന്നുള്ള നിലക്ക് അതിനെ പിന്നെ രണ്ടാമത് ഗദ്യവും പദ്യവും ഒക്കെ അല്ല മഹാന്മാരൊക്കെ ചെയ്തത്. മനസ്സിലായോ? അതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ത് ന്യായം പറഞ്ഞാലും ഈ ഗ്രന്ഥങ്ങളെ അതിനെ പിന്താങ്ങുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതായ പരിപാടികൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുമായി ബന്ധപ്പെടുന്നവരിൽ നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം എല്ലാവരും കൊടുത്തു. അപ്പം ആ നിലക്ക് വളരെ ശ്രദ്ധിച്ചു കൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ഈ സംഘടനയുടെ ആ പവിത്രത അത് കാത്തു സൂക്ഷിച്ചു കൊണ്ടിട്ട് ഇതിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ, ഈ ആശയങ്ങൾക്ക് എതിരിൽ വരുന്നതായ സർവ്വവിധി ആശയങ്ങളെയും അതിനെ ആശയപരമായി നേരിടാൻ, അതാണ് നമ്മുടെ കുട്ടികൾ നടത്തുന്നതായ സംവാദങ്ങളും അവരുടെ മുഖാമുഖങ്ങളൊക്കെ അതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇത് നമ്മുടെ മഹല്ലുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കണം. വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾ, നമ്മൾ മതസൗഹാർദ്ദത്തിന് നമ്മൾ മുന്നിലുണ്ടാവണം. മാനുഷികമായുള്ള ഈ സ്നേഹവും സന്തോഷമൊക്കെ നിലനിർത്തണം. നമ്മൾ തമ്മിലുള്ള സ്നേഹങ്ങളും മറ്റുമൊക്കെ നിലനിർത്തണം. ഭിന്നിപ്പിൻ്റെ സ്വരം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഭിന്നിപ്പുണ്ടാക്കുന്ന വർത്തമാനങ്ങളും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന് എല്ലാവരെയും ഉണർത്തി കൊണ്ടിട്ട്